ഹായ് സിംഹകുട്ടി ബ്രോസ്. ലോക സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോക സിനിമയുടെ പല മേഖലകളുടെ വർക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യം ഇതിൻ്റെ ഡയറക്ഷൻ ഡൊമിനിക് അരുണാണ് ലോക സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനു മുൻപ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും, കുട്ടികളും രക്ഷകർത്താക്കളും അപ്പൂപ്പനും അമ്മുമ്മയും ഫ്രണ്ട്സും കപ്പിൾസും എല്ലാവരും ലോക സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാരണം ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. ഒരു കാരണവശാലും OTT മൂവി അല്ല, ഇത് മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി. അത് ആ പടം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ ലെവലിലാണ് ആ പടം ചെറിയ 35 കോടി ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഡൊമിനിക് അരുണാണ്. ഡൊമിനിക് അരുണിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അമേസിങ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഒരിടത്തും ഒരു ലാഗ് എന്നല്ല പറയണത്, സ്ക്രീൻ പ്രസൻറ്റിൽ നല്ല സ്റ്റൈലായിട്ട് ഷോട്ട് ബൈ ഷോട്ട് കൃത്യമായ പ്ലാനിങ്ങോടെ കൃത്യമായ രീതിയിൽ കഥയുടെ ഒരു സസ്പെൻസ് ലെവലിൽ മാറി കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രെയിമിൽ വരണ എക്സലൻറ്റ് ഡയറക്ഷൻ, അമേസിങ് ഡയറക്ഷൻ എന്ന് പറയും. കാരണം ആർട്ടിസ്റ്റിനെയൊക്കെ അത്ര നല്ല രീതിയിലാണ് അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. കല്യാണി പ്രിയദർശനായാലും അതിലഭിനയിക്കുന്ന കുട്ടിയായാലും അങ്ങനെ ഏത് വിധത്തിലും ഒരു എക്സലൻറ്റ് ഡയറക്ഷൻ എന്ന് തന്നെ ഈ പടത്തിനെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളടുത്ത് പറയണത്, കമ്പൾസറി നിങ്ങൾ ഉറപ്പായിട്ടും രക്ഷകർത്താക്കളും മറ്റെല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും ഈ ലോക എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഡൊമിനിക് അരുണിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്കളുടെ ഡയറക്ഷനെ കുറിച്ച് വളരെ പോസിറ്റീവ് മാത്രമേ സംസാരിക്കാനുള്ളൂ. അടുത്ത എപ്പിസോഡിൽ, അടുത്ത ചാപ്റ്ററിൽ താങ്കൾ ഇതിനേക്കാൾ 2 ഇരട്ടി ഹൈപ്പോടെ എന്നല്ല, ഇതേപോലെ നല്ല ഡിഫറൻ്റായിട്ട് വരട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നോബക് സോളോ.